ബി.ജെ.പിയെ വെള്ളം കുടിപ്പിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിൽ കുരുങ്ങി കോൺഗ്രസ് പാർട്ടി. സാന്റിയാഗോ മാർട്ടിൻ 50 കോടി രൂപ കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം നൽകിയെന്ന വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. പിന്നാലെ സോണിയാഗാന്ധിയുടെ മരുമകനും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വദ്രയ്ക്ക് DLFുമായുള്ള ഇടപാടുകളും ചർച്ചയാവുകയാണ്. വദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 2008 ഗുരുഗ്രാമിൽ 3.5 ഏക്കർ ഭൂമി 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം 58 കോടി രൂപയ്ക്ക് ഈ പ്ലോട്ട് DLF വാങ്ങി. വിലയിൽ 7 മടങ്ങ് വർധന. ഇതിന് പിന്നാലെയാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ഇലക്ട്രൽ ബോണ്ട് രേഖകൾ പ്രകാരം DLF ആദ്യത്തെ ബോണ്ട് വാങ്ങിയത് 2019 ഒക്ടോബറിലാണ്. തുടർന്നുള്ള 3 വർഷങ്ങളിലും DLF BJPക്ക് ബോണ്ടിലൂടെ രഹസ്യ സംഭാവന നൽകുന്നത് തുടർന്നു. ഏറ്റവും ഒടുവിൽ പണം നൽകിയത് 2022 നവംബറിലാണ്. ആകെ 170 കോടിയാണ് നൽകിയത്. ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് അഴിമതി കേസിൽ നിന്ന് റോബർട്ട് വദ്രയെ രക്ഷിക്കാനാണ് BJP തുക കൈപ്പറ്റിയതെന്നാണ് CPMന്റെ ആരോപണം. ബോണ്ട് ലഭിച്ചതിന് പിന്നാലെയാണ് റോബർട്ട് വദ്രയും DLFും കുറ്റക്കാരല്ലെന്ന് BJP ഭരിക്കുന്ന ഹരിയാന സർക്കാർ 2023 കോടതി റിപ്പോർട്ട് നൽകിയതെന്നും നേതാക്കൾ ആരോപിക്കുന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചരണായുധങ്ങളിൽ ഒന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര പ്രതിയായ ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് കേസ്. 2018 സെപ്റ്റംബറിൽ DLFനും വദ്രയ്ക്കുമെതിരെ ഹരിയാന പോലീസ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തു. എന്നാൽ 5 വർഷത്തിന് ശേഷം കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായി. ഇടപാടുകളിൽ നിയമലംഘനമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് 2023 ഏപ്രിൽ സംസ്ഥാനത്തെ BJP സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് ഇവരെ വെറുതെ വിട്ടതിന്റെ ചുരുളഴിയുന്നത്. 170 കോടി രൂപയാണ് 2019 ഒക്ടോബറിനും 2022 നവംബറിനും ഇടയിൽ DLF ഗ്രൂപ്പ് BJPക്ക് സംഭാവന നൽകിയത്. DLF കൊമേഴ്സ്യൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്, DLF ഗാർഡൻ സിറ്റി ഇൻഡോർ പ്രൈവറ്റ് ലിമിറ്റഡ്, DLF ലക്ഷറി ഹോംസ് ലിമിറ്റഡ് എന്നീ 3 സ്ഥാപനങ്ങളാണ് ബോണ്ടുകൾ വാങ്ങിയത്. ഈ ബോണ്ടുകളുടെ എല്ലാം ഒരേയൊരു ഗുണഭോക്താവ് BJP മാത്രമായിരുന്നു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവർ പണം നൽകിയിട്ടുമില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനാകെ ക്ഷീണമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ ഒഴിഞ്ഞു മാറുകയാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ ബോണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ സമരം നടത്തിയിട്ടില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മറുപടി. സാന്റിയാഗോ മാർട്ടിൻ എന്ന വ്യക്തിക്ക് എതിരെ അല്ല സമരം ചെയ്തത്. ഞങ്ങൾ സമരം ചെയ്തത് ലോട്ടറി മാഫിയയ്ക്കെതിരെയാണ്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ, അപ്പോൾ പറയാമെന്നും മാത്രമാണ് ഇക്കാര്യത്തിൽ VD സതീശൻ പ്രതികരിച്ചത്. ഈ വിഷയങ്ങളെല്ലാം സംസ്ഥാനത്തെ LDF തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കുകയാണ്. കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നാണ് CPM നേതാക്കൾ ആരോപിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി വരുന്നത്. അഴിമതി ആരോപണം, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ സംഭവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മാസപ്പടി ആരോപണങ്ങൾ തുടങ്ങിയവ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന തരത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് റിപ്പോർട്ട് പുറത്തു വന്നത്. കോൺഗ്രസിൻ്റെ ഭാഗമായ ഒരാൾ സ്വന്തം പാർട്ടിക്ക് പോലും പണം കൊടുക്കാതെ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ബോണ്ട് നൽകിയത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ക്ഷീണമാക്കിയിട്ടുണ്ട്. ചിലർ തങ്ങളുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷൻ K സുധാകരനെയും നേരിട്ടറിയിച്ചു. തൽക്കാലം പ്രതികരണങ്ങൾക്കൊന്നും പോകേണ്ടെന്നാണ് നേതാക്കൾ അവരെ അറിയിച്ചിരിക്കുന്നത്.